വഴികാട്ടാൻ വിദ്യാർത്ഥികൾക്കായി എൻക്ലേവ് സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചി സ്വയം തിരിച്ചറിയാനും അനുയോജ്യമായ കോഴ്സുകളും തൊഴിൽ സാധ്യതയും പരിചയപ്പെടുത്തുന്നതിനും കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ എൻക്ലേവ് പദ്ധതി നടപ്പാക്കുന്നതായി കാട്ടാക്കട MLA IB സതീഷ് പറഞ്ഞു. കാട്ടാക്കട ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് മലയങ്കീഴ് മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. 2025 ജനുവരി 1 മുതൽ 15 വരെ ഓൺലൈനായി ആദ്യം അപേക്ഷിക്കുന്ന 500 പേർക്ക് എൻക്ലേവിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ BRC BPC M ശ്രീകുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ നിതിൻ ചന്ദ്രൻ എന്നിവരും പങ്കെടുത്തിരുന്നു. എൻക്ലേവിനെ കുറിച്ച് MLAയുടെ വാക്കുകളിലേക്ക്. ചില പരിമിതികളുണ്ട്. നമ്മൾ സ്ഥിരം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പറക്കുന്നത് അവരുടെ അഭിരുചി മനസ്സിലാക്കി കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും ഇവിടെ തന്നെ ഉപരിപഠനം സാധ്യമാകാനും പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ കോഴ്സുകളെയും സ്ഥാപനങ്ങളെയും സംബന്ധിച്ച അറിവില്ലായ്മ ഒരു ഘടകമാണ്. ഇവിടെ നമ്മൾ നടത്തുന്ന പരീക്ഷണം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ അവരുടെ അഭിരുചി, അവരുടെ യഥാർത്ഥ സ്കിൽ എന്താണ് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി ജീവിതം കരുപിടിപ്പിക്കുക എന്നൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ സ്റ്റുഡൻറ് എൻക്ലേവ് സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾ ഇവിടെ പറയും. ഇതിൻ്റെ ആദ്യഘട്ടം കുട്ടികളുടെ സ്കിൽ എന്താണ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുക. ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ ലാബുകളുടെ സഹായത്തോടെ ലാബുകളിൽ നിന്ന് 3563 കുട്ടികൾ ഒരു അരമണിക്കൂർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു. ആ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്കിൽ ആപ്റ്റിറ്റ്യൂഡ് റിസൾട്ട് നമ്മൾ ഇത്രയും കുട്ടികൾക്ക് നൽകുകയാണ്. ഇതാണ് എൻക്ലേവിൻ്റെ ആദ്യഘട്ടം. അതിനുശേഷമാണ് മലയങ്കീഴ് വെച്ചിട്ട് ജാനുവരി ആദ്യ ആഴ്ച ഒരു മെഗാ എൻക്ലേവ്. അതിൽ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനികളിൽ നിന്ന് 500 പേർ അവർ പങ്കെടുക്കുന്ന എഡ്യൂക്കേഷണൽ സെമിനാർ, എക്സിബിഷൻ, ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന കോഴ്സുകൾ, സാധ്യതകൾ ഇത് അനാവരണം ചെയ്യപ്പെടുന്ന സെമിനാർ, അതോടൊപ്പം കുട്ടികൾക്ക് മോട്ടിവേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷണൽ സെഷൻസ്, എഡ്യൂക്കേഷണൽ എക്സിബിഷൻ, അങ്ങനെ കൾച്ചറൽ പരിപാടികൾ. ഇങ്ങനെ ഒരു മെഗാ ഇവൻ്റാണ് ഇതിൻ്റെ അവസാനം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരളം ഒരു വിജ്ഞാന സമൂഹമായി മാറാൻ പോകുന്നു. ആ വിജ്ഞാന സമൂഹമായി മാറാൻ പോകുന്ന കേരളം എങ്ങനെയൊക്കെയാണ് മാറി തുടങ്ങേണ്ടത് എന്ന ഒരു സന്ദേശം ഈ കാട്ടാക്കടയിൽ നിന്ന് നൽകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എൻക്ലേവ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സമീപനം സ്വീകരിക്കുന്നതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇവിടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇവിടെ പറയുന്നു, അരമണിക്കൂർ കൊണ്ട് 70 ക്വസ്റ്റ്യൻസ് അവർ ഓൺലൈനായി ആൻസർ ചെയ്യും. അത് വളരെ സൈക്കോളജിക്കലായി ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്ത ക്വസ്റ്റ്യനെയറാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റും. സ്കൂളുകളിൽ ആ യോഗത്തിന് ശേഷം അവിടെ വെച്ച് 1-to-1 കൗൺസിലിംഗ് ഉണ്ട്. ഓരോ കുട്ടിക്കും രക്ഷകർത്താവിനും കൗൺസിലറുടെ അടുത്ത് പോയി അവരുടെ ചോദ്യത്തിന് മറുപടി പറയാം. അതിനായിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ. അവരാണ് കൗൺസിലർമാരായിട്ട് മാറുന്നത്. അവർ ഓരോ സ്കൂളിലും പോയി അധ്യാപക, രക്ഷകർത്താവ്, വിദ്യാർത്ഥികളുടെ സംയുക്ത യോഗത്തിൽ പങ്കെടുത്ത് ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കുകയും ആവശ്യമെങ്കിൽ 1-to-1 കൗൺസിലിംഗ് നടത്തിയിട്ട് ആ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്യും. ഈ സിസ്റ്റം വഴി ചെയ്യാം. ഫോൺ വഴി ചെയ്ത് ചിലപ്പോൾ വീട്ടിൽ പോകുമ്പോൾ അച്ഛൻ്റെ ഫോണിൽ അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് സ്കൂൾ ലാബിൽ തന്നെ കുട്ടിയുടെ സ്വന്തം തീരുമാനത്തിനനുസരിച്ച്, അങ്ങനെയാണെങ്കിൽ കൊടുക്കുന്ന ഉത്തരത്തിനനുസരിച്ചാണ് റിസൾട്ട് വരുന്നത്. ആ കുട്ടി കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കുക, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്. ഏകദേശം ഒരു
35 ലാക്ക് ടെസ്റ്റ് നടത്തിയ ഏജൻസിയാണ്. 2 തരത്തിലുള്ള ടെസ്റ്റ് ഉണ്ട്. 21 പേജസിന്റെ ബ്രീഫായിട്ടുള്ള ഒരു റിപ്പോർട്ടും 84 പേജസിന്റെ വലിയ റിപ്പോർട്ടും. 2 റിപ്പോർട്ടുണ്ട്. 21 പേജസിന്റെ റിപ്പോർട്ടിൽ ബ്രീഫായിട്ട് ഏതൊക്കെ ഏരിയയിലാണ് സ്കില്ലുള്ളത് എന്ന് അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറയും. 81 പേജസിൽ ആ കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള സ്കില്ലിനെ കുറിച്ചും ബ്രീഫായിട്ട് പറയും. ഈ 21 പേജസ് സ്കൂളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കുട്ടിക്ക് കൊടുത്തുവിടും. മറ്റേത് ഇമെയിലും അല്ലെങ്കിൽ വാട്സപ്പിലും. ഇത് കൃത്യമായി വായിച്ചു കഴിഞ്ഞാൽ അത് വളരെ പെർഫെക്റ്റ് ആണെന്നാണ് മനസ്സിലാക്കിയത്. ഉൾപ്പെടാത്ത ഒരു എൻക്ലേവിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് KIDC KTDA@gmail.com എന്ന മെയിലിൽ ബന്ധപ്പെടുക.